ആഷ്നയുടെ അമ്മ ഒന്ന് ICUക്കുള്ളിലേക്ക് വരണം. സാധാരണ 7 മണി സമയത്ത് കയറ്റാറില്ല. രാവിലെ 4 മണിക്ക് പിന്നെ ഡ്രസ്സ് ചേഞ്ച് ചെയ്യാൻ കയറ്റി കഴിഞ്ഞാൽ പിന്നെ വൈകുന്നേരം 5 മണിക്കേ കയറ്റാറുള്ളൂ. ഞാൻ ആകെ പേടിച്ചു പോയി. എന്താണ് പറ്റിയത്? 7 മണിക്ക് എന്തിനാണ് എന്നെ വിളിച്ചത് എന്നറിയില്ല. ഞാൻ ഓടി അതിനുള്ളിലേക്ക് പോയപ്പോൾ വളരെ എല്ലാവരെയും തിരിച്ചറിയുന്ന അവസ്ഥയിൽ എന്നെ എന്തിനാണ് ഈ ഹോസ്പിറ്റലിൽ കിടത്തിയിരിക്കുന്നത്, ഇത് ഏതാണ് ഹോസ്പിറ്റൽ എന്ന് അവൾ ഓർമ്മ വന്ന് ഡോക്ടറോട് ചോദിച്ചു. എന്നോടും എന്നെ എന്തിനാണ് ഈ ഹോസ്പിറ്റലിൽ കിടത്തിയിരിക്കുന്നത്, ഇത് ഏത് ഹോസ്പിറ്റലാണ് എന്നെല്ലാം വളരെ ഓർമ്മയോടുകൂടി അവൾ സംസാരിച്ചത് കണ്ട്, ദൈവമേ, കൃപാസന മാതാവാണല്ലോ എനിക്ക് 13-ാം തീയതി എന്നുള്ള ഡേറ്റ് തന്നത് എന്ന് പറഞ്ഞ് ഞാൻ വളരെ നന്ദിയോടുകൂടി നിലവിളിച്ചുകൊണ്ട് കരഞ്ഞുകൊണ്ടാണ് ഞാൻ ICUവിൽ നിന്ന് പുറത്തേക്ക് വന്നത്. പിന്നെ അവളോട് സംസാരിക്കണം എന്ന് പറഞ്ഞു. ഇവളെയും അകത്ത് കയറ്റി കുറച്ച് സമയം സംസാരിച്ചു. പിന്നെ ഓരോ ദിവസവും അത്ഭുതത്തിൻ്റെ നാളുകളായിരുന്നു. ഇടയ്ക്ക് ഇൻഫെക്ഷനൊക്കെ വന്നു. 11,000 മാത്രം ബ്ലഡ് കൗണ്ട് മതി എന്നുള്ള ആ സ്ഥലത്ത് 22,000 വരെ ഉയർന്നു. പനി 14 ദിവസത്തോളം നീണ്ടു നിന്നു. ഹൈ ഡോസ് ആൻറ്റിബയോട്ടിക് 14 ദിവസം കൊടുക്കേണ്ടി വന്നു. 1.5 ലക്ഷം വേണ്ടി വന്ന പ്ലേറ്റ്ലെറ്റ് കൗണ്ട് 22,000 വരെ താഴ്ന്നു. രോഗിയുടെ അവസ്ഥ വളരെ മോശമാണ് എന്ന് ഡോക്ടർ പറഞ്ഞ അവസ്ഥകളൊക്കെ ഇതിനിടയിൽ ഉണ്ടായെങ്കിലും 1 മാസം പൂർണ്ണമായും ICUവിലും 1 മാസം വാർഡിലും 1 മാസം നിങ്ങൾ വീട്ടിലും റെസ്റ്റ് എടുത്താൽ മാത്രമേ അവൾ പൂർണ്ണമായും റിക്കവർ ചെയ്യൂ എന്ന് പറഞ്ഞ അവസ്ഥ